ജീവിത വ്യഗ്രതയോടെ ഓടി നടക്കുന്ന ഹേ മനുഷ്യ, നിന്റെ ജഡികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നീ എന്തെല്ലാമാണ് ചെയ്യുന്നത്? നാശത്തിന്റെ പടുകുഴിയിലേക്ക് നീ നിപതിക്കുന്നില്ലേ? നിന്റെ താളം തെറ്റിയ ജീവിതത്തിൽ നിന്നും, ജഡികമായ സുഖഭോഗങ്ങളിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിലേക്ക് വളരുന്ന നിന്നിലേക്ക് തന്നെ നീ ഒരു നിമിഷം തിരിഞ്ഞു നോക്കൂ. ഈ ലോകത്തിൽ നീ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും നിങ്ങളെയും തേടി വരും. ഇത് തന്നെ വഴി. നിക്ക് 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 നിക്ക്. എങ്ങോട്ടാ? ഇത് നല്ല ചോദ്യം. സ്വർഗത്തിലേക്ക്. പാസ് ഉണ്ടോ? പാസോ? ഇവിടെയും റേഷൻ കാർഡിന് എന്താ ഒരു വെയിറ്റ്. അതൊന്നും ഇങ്ങോട്ട് പോരുമ്പോ അവര് തന്നേക്കൂല മോനെ. അതല്ല, ഇങ്ങോട്ട് കടക്കാനുള്ള കാർഡുണ്ടോന്ന്. ഐഡന്റിറ്റി കാർഡാ? അതല്ല അമ്മൂമ്മേ. അമ്മൂമ്മയോ? അമ്മൂമ്മ നിന്റെ നിന്റെ അയ്യോ സോറി ചേട്ടത്തി. അങ്ങനെ വിളി. അതാ അവിടെ ഒരാളിരിക്കുന്നത് കണ്ടു. അദ്ദേഹമാണ് വിശുദ്ധ പത്രോസ്. അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ പ്രവേശനത്തിനുള്ള NOC കിട്ടും. എന്നാലേ എങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. ഇതങ്ങ് നേരത്തെ പറഞ്ഞാ പോരെ? മോനെ പത്രോസേ, നമസ്കാരം. എനിക്ക് ആ സ്വർഗത്തിലേക്കുള്ള നോസി ഇങ്ങ് തന്നേക്ക്. ചേട്ടത്തിയുടെ പേരെന്താ? അയ്യോ, എന്നെ മനസ്സിലായില്ലോ. ചേമ്പുമൂട്ടിൽ ഓനായുടെ ഭാര്യ ത്രേസ്യ. ചേട്ടത്തിയുടെ പേര് ഈ കമ്പ്യൂട്ടറിൽ കാണുന്നില്ലല്ലോ. കുറച്ചു സമയം അവിടെ വെയിറ്റ് ചെയ്യൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തറവാട്ട് മഹിമ അനുസരിച്ച് എന്റെ പേര് ആദ്യത്തെ ലിസ്റ്റിൽ വരേണ്ടതാ. അതെങ്ങനെയാ? ജീവിച്ചിരിക്കുമ്പോ കെട്ടിയോ നെഞ്ചൊരു സ്നേഹായിരുന്നു. 5-6 കൊല്ലം മുമ്പ് അധ്യാനം ഇങ്ങോട്ട് പോന്നേ. ഒരു സീറ്റ് പിടിച്ചു വെക്കാ. ഞാനങ്ങോട്ട് ചൊല്ലട്ടെ, ആദ്യാനം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മോനെ പത്രോസേ, എന്റെ പേരൊന്നും കൂടി സൂക്ഷിച്ചു നോക്കിയേ. ചേട്ടത്തി, മരിച്ച് സംസ്കാരം കഴിഞ്ഞാലേ ഈ കമ്പ്യൂട്ടറിൽ പേര് വരൂ. അത് ശരി. എന്നാ വെയിറ്റ് ചെയ്യാം. മോളേതാ? എവിടുന്നാ? ഞാൻ ആനമുട്ടിൽ തോമസിന്റെ ഭാര്യ ആലിസ്. ആനമൂട്ടിൽ തോമസ്? മോളെന്താ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങോട്ട് പോരാൻ? ഞാനും എന്റെ ചേട്ടനും ഒരു കാർ അപകടത്തിൽ പെട്ടു. ഞാൻ തൽക്ഷണം മരിച്ചു. എന്റെ ചേട്ടൻ രക്ഷപ്പെട്ടു. അയ്യോ, കഷ്ടായി പോയി. എന്നാൽ ഞാൻ പോട്ടെ. നിക്ക്. നേരെ അങ്ങ് പോവാണോ? ദാ ആ പത്രോസിന്റെ അടുത്ത് ചെന്ന് പാസ് എടുത്തിട്ട് പോ. ആനമുട്ടിൽ തോമസിന്റെ ഭാര്യ ആലീസ് ഞാൻ തന്നെയാണ്. നിന്റെ കുടുംബം തിരുക്കുടുംബം പോലെ മാതൃകാ കുടുംബമാണ്. നീ അനുഭവിച്ച കഷ്ടതയും ക്ഷമയും സഹനങ്ങളും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുന്നു. ദരിദ്രരെയും രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും യേശുവിന്റെ നാമത്തിൽ ആശ്വസിപ്പിച്ച നിനക്ക് നിത്യസ്വർഗീയ സൗഭാഗ്യത്തിലേക്ക്
പ്രവേശനം ലഭിച്ചിരിക്കുന്നു. മോനെ പത്രോസേ, എന്റെ പേര് കണ്ടുപിടിച്ചോ? ഇത്രയും നേരം അത് തന്നെയാ നോക്കിയിരുന്നത്, കണ്ടില്ല. ആ, അവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അമേരിക്കന്ന് ജോസൂട്ടി എത്തി കാണില്ലേ, അതാവും ഇത്ര താമസം. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, അവിടെ തീരെ റേഞ്ച് കുറവാ. ആ, വർഗീസുട്ടിയല്ലയോ? ഇതമ്മച്ചിയുടെ മോനെ. ഐസുള്ള ചില്ലുകൂട്ടിലാ. ഹൗ, ഇപ്പഴെന്റെ മക്കളെന്നെ ശരിക്കും സ്നേഹിക്കണേ. ഡാ, നല്ല വില കൂടിയ മഞ്ചി ആയിക്കോട്ടെട്ടാ, നിറച്ച് പൂക്കൾ ഇടണം. 5 അച്ഛന്മാരാ, അതൊന്നും പോരാ. അച്ഛന്മാരെ കിട്ടാലിയാന്നാ? ദേ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, മെത്രാനെ ചെല്ലാണ്ട് എന്റെ ശവം തൊട്ട് പോവരുതെന്ന്. പിന്നീടാ സിനിമ പിടിക്കണം, അതന്നെ വീഡിയോ. ജോസുട്ടിക്ക് അമേരിക്കക്ക് കൊണ്ടുപോണ്ടടാ. പിന്നെ മക്കളും മരിയക്കളും ഒക്കെ ചുറ്റൂരുന്ന് കരയണില്ലേ? ആന്തോണിട്ടിയുടെ ഭാര്യ മഹാകള്ളിയ. കഴുത്തിലൊന്നാ കൊടുത്തിട്ടിരുന്ന് കരയാൻ പറ. വേണമെങ്കിൽ ഒരു മൈക്ക് സെറ്റും വെച്ച് കൊടുത്തോടാ, 4 ആള് കേക്കട്ടെ. അല്ലെങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്ക? ശരി, ഓക്കെ ഓക്കെ ഓക്കേടാ. അല്ല പത്രോസേ, എന്റെ പേര് കണ്ടോ? ഇല്ല ചേട്ടത്തി, നിങ്ങളുടെ പേര് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എന്തു പറ്റി? ഒന്നും പറയണ്ട, ഒരു കളവ് കേസിൽ പിടിച്ചതാ. അപ്പൊ കള്ളനാണല്ലേ? ദേ, അങ്ങനെ പറയരുത്. അത് എന്റെ ഒരു തൊഴിലാണ്. ഓ, ശരി ശരി. എന്നിട്ട് ഒരു അമേരിക്കക്കാരന്റെ വീട്ടിലേക്ക് കയറി. 10,000-40,000 രൂപ കിട്ടി. പോരുന്ന വഴിക്ക് ആ വീട്ടിലെ ഒരു കുരുത്തം കെട്ട തള്ള ഉറക്കത്തിന്ന് ചാടി എഴുന്നേറ്റിങ് വന്നു. തള്ളയുടെ കഴുത്തിലാണെങ്കിൽ 10-12 പവന്റെ താലിമാല. അത് പൊട്ടിക്കാൻ കഴുത്തിലേക്ക് കൈവച്ചതും എന്തോ ഒരു സാധനം എടുത്ത് ആ തള്ളന്റെ തലയിൽ ഒറ്റയടി. ഓ, കൊറേ നാള് കഴിഞ്ഞ് ഈ മുറിവ് അടയാളാക്കി പോലീസ് എന്നെ പൊക്കി ലോക്കപ്പിലിട്ട് ഇടിച്ച് അതുവരെ നടന്ന എല്ലാ കളവ് കേസും എന്റെ പേരിലാക്കി. മർമ്മത്ത് കിട്ടിയ ഒരൊറ്റയടി എന്റെ അമ്മോ, ഞാൻ ലോക്കപ്പിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചു. നല്ലൊരു മനുഷ്യനെ പോലീസുകാരെ ലോക്കപ്പിലിട്ട് ഇടിച്ച് കൊന്നു പറഞ്ഞേ രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര സമരത്തിലാ. അമ്പടാ, അപ്പൊ നീയാണ് എന്റെ വീട്ടിൽ കയറി 40,000 രൂപ കട്ടത് അല്ലേ? നിനക്ക് എന്റെ താലിമാല വേണോ അല്ലടാ? നിക്കടവിടെ. കാക്കത്തുരുത്തിൽ അവറാൻ മകൻ റപ്പായി, ഞാനാണ്. നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാം. നരകത്തിലേക്ക് അല്ലടാ, സ്വർഗത്തിലേക്ക്. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തു. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. വഞ്ചിച്ചും കലഹിച്ചും മോഷ്ടിച്ചും സ്വാർത്ഥമതികളായവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. നിന്നെപ്പോലെ
നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ദൈവവചനം അനുസരിക്കാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നീ തന്നെ നിനക്ക് നിഷേധിച്ചിരിക്കുന്നു. ഞാൻ എനിക്ക് അങ്ങോട്ട് മാറി നിക്ക്. എന്റെ കയ്യില് നിനക്ക് തരാൻ ഒന്നുമില്ല. അതല്ലമ്മ, സ്വർഗത്തിലേക്കുള്ള വഴി. എടാ, സ്വർഗത്തിലൊന്നും ഈ വക പരിപാടിയില്ല. തന്നെ പോലുള്ള ദരിദ്രവാസികൾക്കുള്ള സ്ഥലം അല്ല ഇത്. സംശയമുണ്ടേ ദാ ആ പത്രോസിനോട് ചോദിച്ചോക്ക്. സാറേ, ഞാനൊരു സമ്പന്നനായിരുന്നു. വേദനിക്കുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും ഞാൻ വാരിക്കോരി കൊടുത്തു. അവസാനം ഞാനൊരു ദരിദ്രനായി, യാചകനായി, പട്ടിണി കിടന്നു മരിച്ചു. ഭൂമിയിൽ ഒരു സമ്പാദ്യവുമില്ലാത്ത എനിക്ക് ഇവിടെയെങ്കിലും ഒരിടം തരണേ. ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കുവാനായി ദൈവം നൽകുന്ന പ്രത്യേക ആനുകൂല്യമാണ് ദാരിദ്ര്യം. അതിൽ ആനന്ദം അനുഭവിച്ച് ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ടുള്ള താങ്കളുടെ വിശ്വാസ ജീവിതത്തിന് സമ്മാനമായി നിനക്കൊരുക്കിയിരിക്കുന്ന നിത്യജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക. ഭാഗ്യവാൻ. ഇതൊക്കെ ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ട് എന്താ കാര്യം? അച്ചോ, പുന്നാരക്കുട്ട, നീ എന്താ ഇത്ര നേരത്തെ ഇങ്ങോട്ട് പോന്നത്? എന്റെ അച്ഛനും അമ്മയും കൂടി ഗർഭപാത്രത്തിലിട്ട് എന്നെ കൊന്നു കളഞ്ഞു. എന്നോട് ജനിക്കണ്ടാന്ന്, എന്നെ വേണ്ടാന്ന്. അയ്യോ, കഷ്ടായി പോയി. തുഷ്ടന്മാരാ നിന്റെ അച്ഛനും അമ്മയും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അവര് സന്തോഷിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ജനിച്ച. അവരുടെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാണ്ടാവും. അവര് സന്തോഷിച്ചോട്ടെ.
പത്രോസേ, ആ കുട്ടി വന്നപ്പോ എന്തിനാ നിങ്ങള് എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചത്? പിന്നെ 2 മാലാഖമാര് വന്ന് ആനയിച്ച് കൊണ്ടുപോവുകയും ചെയ്തല്ലോ. എന്താ കാര്യം? ഏട്ടത്തി, ഇങ്ങനെ പല കുട്ടികളും ഇവിടെ വരാറുണ്ട്. പല അച്ഛനമ്മമാരുടെയും ക്രൂരകൃത്യങ്ങളാൽ ജനിച്ചും ജനിക്കാതെയും കൊല ചെയ്യപ്പെടുന്ന കുരുന്നുകൾ. അവർ ദൈവതുല്യരാണ്. അവർക്കുള്ള സ്ഥലം ദൈവസന്നിധിയാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് വണങ്ങിയത്. അപ്പോ എന്റെ ജോസൂട്ടി ഇതുപോലെ 2 എണ്ണത്തിനെയാ കൊന്നു കളഞ്ഞിരിക്കണേ. അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കൾ എന്തെല്ലാം സത്കൃത്യങ്ങൾ ചെയ്താലും അവരുടെ ആത്മാക്കളുടെ ഇടം നരകമാണ്. അപ്പോ എന്റെ ജോസൂട്ടിയും കെട്ടിയോളും മരിച്ച നരകത്തിലേക്കാണോ പോവാ? അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ പത്രോസേ? അവരുടെ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത് ഇനിയുള്ള ജീവിതകാലം സത്കൃത്യങ്ങൾ ചെയ്ത് ജീവിക്കണം. അപ്പോൾ അവർ ക്രൂരമായി കൊന്നുകളഞ്ഞ ആ കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ക്ഷമിക്കുന്ന ദൈവം അവരുടെ അപേക്ഷ സ്വീകരിക്കും. എന്റെ കർത്താവേ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? അവർക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഭൂമിയിലേക്ക് പോവാനും കഴിയില്ലല്ലോ. ഇതെല്ലാം അറിയാനും പറഞ്ഞു കൊടുക്കാനും ധാരാളം ആളുകൾ അവിടെയുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ശിക്ഷ ഉറപ്പാണ്. എന്റെ ജോസൂട്ടിയെ, നിന്റെ കാര്യം കട്ടപ്പോക. എന്താ മോനെ, കോളേജിലൊക്കെ ചെത്തി നടക്കേണ്ട പ്രായത്തിൽ ഇവിടെ കൂട്ടുകാരിൽ നിന്നും പഠിച്ച ദുശീലം ജീവിച്ച് കൊതി തീരും മുമ്പ് എന്നെ ഇവിടെ എത്തിച്ചു. ഒരു യുവാവായ നിനക്ക് എന്തു ദുശീലം? ഞാൻ ഒരു M.Com വിദ്യാർത്ഥിയാണ്. ഹാൻസും പാൻപരാഗും ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചു. പലരും എന്നെ ഉപദേശിച്ചിട്ടും ഞാൻ അത് തുടർന്നു. എനിക്ക് ക്യാൻസർ രോഗം ബാധിച്ചു. എന്റെ മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടി സമ്പാദിച്ച 8 ലക്ഷം രൂപ എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കി. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടില്ല. അനുഭവിച്ചോ. ഇന്നത്തെ എല്ലാ ചെറുപ്പക്കാരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാ. ഇവന്റെ മരണവാർത്ത അറിഞ്ഞെങ്കിലും ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാര് ഈ വക ദുശീലങ്ങളിൽ നിന്നൊന്നു പിന്തിരിഞ്ഞെങ്കിൽ. ദീപക് കുഴിപ്പറമ്പിൽ വീട്. മകനെ, ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. മദ്യപാനം, മയക്കുമരുന്ന്, ശത്രുത, കലഹം, വ്യഭിചാരം, മധുരോത്സവം, അസൂയ, കോപം എന്നീ ജഡിക വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് നിനക്കറിയില്ലേ? ജഡികാസക്തികളെ മാത്രം മോഹിച്ച് നീ തന്നെ തിരഞ്ഞെടുത്ത നിത്യ നരകാഗ്നിയിലേക്ക് പോയിക്കൊള്ളുക. ഈ ചെകുത്താനെ കാണുമ്പോ എനിക്ക്
ഒന്നിച്ചിങ്ങോട്ട് കയറി വരുന്നു. എന്തു പറ്റി? എല്ലാവരും ഒന്നിച്ചിങ്ങോട്ട്. ഞങ്ങൾ ഒന്നിച്ചു മരിച്ചു. ഇതെന്റെ ഭാര്യ. ഇത് ഞങ്ങളുടെ മക്കൾ. ഇതിപ്പോ എങ്ങനെയാ ഒന്നിച്ചു മരിക്കണേ? വല്ല സുനാമിയാണോ അതോ ഭൂമികുലുക്കോ? ഞാൻ ഒരു കർഷകനാണ്. കടം വന്ന് കാട് കയറി. കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ അഭിമാനം എന്നെ വേട്ടയാടി. 2 മക്കളെയും കിണറ്റിലിട്ട് കൊന്ന് ഞങ്ങളും ആത്മഹത്യ ചെയ്തു. ആഹാ, ഇതപ്പ നന്നായേ. ഈ കുട്ടിയോളെ കൊല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതെങ്ങനെയാ? ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണേ. അപ്പുറത്തെ വീട്ടില് ഫ്രിഡ്ജ് വാങ്ങി, അപ്പതേ ഇവിടെയും വാങ്ങി. അവിടെ ദേ കാറ് വാങ്ങി, അപ്പതേ ഇവിടെയും വാങ്ങി. ദേ അവിടെ 2 നില. മോശാവാൻ പറ്റൂ? അപ്പ ഇവിടെ 3 നില. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആലോചിക്കണേ. പാറേക്കാട്ടിൽ രാഘവൻ മകൻ നികേഷ്, മകൾ നിധി, നിരപരാധികളും നിഷ്കളങ്കരുമായ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. പാറേക്കാട്ട് രാഘവൻ, ഭാര്യ ലതിക, നിങ്ങൾ ധനത്തിന്റെയും സുഖഭോഗങ്ങളുടെയും കൂടെ സഞ്ചരിച്ചു. തിന്നും കുടിച്ചും സുഖിക്കണമെന്ന ചിന്ത മാത്രം. അതിനിടയിൽ മരണത്തെക്കുറിച്ചോ നിന്റെ ആത്മാവിനെക്കുറിച്ചോ നീ ഓർത്തില്ല. നീ തിരഞ്ഞെടുത്തത് തിന്മയാണ്. പോകൂ. ഹിന്ദുക്കൾക്ക് ഇവിടെ പ്രവേശനമുണ്ടോ? എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഇവിടെ നന്മയും തിന്മയും എന്ന വേർതിരിവ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇവിടെ എത്തിച്ചേരണം. ദൈവം മാനവലോകത്തിനായി ഒരുക്കിയിരിക്കുന്ന ഇടമാണ് സ്വർഗം. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുണ്ടോ ഇതൊക്കെ അറിയുന്നു? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ തല്ലും വഴക്കും. മരിച്ചു കഴിഞ്ഞ് ഇവിടെ വരുമ്പോ മനസ്സിലാവും. ഞാൻ വന്നിട്ട് എത്ര നേരായി. എന്റെ പേര് ഒന്നും കൂടി തപ്പി നോക്കിയേ മോനെ. ത്രേസ്യ ചേട്ടത്തി, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കൊച്ചു കൊച്ചു പാപങ്ങളുടെ ഫലമായി നിങ്ങളുടെ പേര് അവസാന വിധിയുടെ കണക്ക് പുസ്തകത്തിൽ എത്തിയിട്ടില്ല. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം. ശുദ്ധീകരണ സ്ഥലത്താണ് നിങ്ങൾ. ഇവിടത്തെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വരാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? നിരന്തരമായ പ്രാർത്ഥന മാത്രമാണ് അതിനുള്ള പോംവഴി. പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്ന സമയത്ത് ചെയ്തില്ല. ഇനി അതിന് കഴിയുകയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുവാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വിലപിക്കും.
ശാന്തി ലഭിക്കാതെ ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വേദനയും പേറി അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ആത്മാക്കൾ സ്വർഗരാജ്യത്തിലെ നിത്യസൗഭാഗ്യവും സമാധാനവും അനുഭവിക്കാൻ ശുദ്ധീകരണ സ്ഥലത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മാക്കൾക്ക് മോചനമില്ലേ? മകളെ ത്രേസ്യാം, എന്റെ ഈശോമിശിഹായേ, ത്രേസ്യാമേ, നിനക്ക് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും മോചനം ലഭിച്ചിരിക്കുന്നു. നിന്റെ മക്കളുടെയും ബന്ധുമിത്രാദികളുടെയും വർഷങ്ങളോളം നിനക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന മൂലം നിനക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ എന്റെ പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക. എന്റെ പ്രിയ മക്കളെ, ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിലും മനസ്സുവയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയാഭിലാഷങ്ങൾ നിത്യജീവനിലേക്കും സമാധാനത്തിലേക്കും. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. സ്നേഹത്തെ പുൽകിയാൽ മാത്രമേ തിന്മയെ ജയിക്കാനാകൂ. അതിനാൽ ദൈവത്തിന്റെ പ്രതിനിധികൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന സദ്വചനങ്ങൾ സ്വീകരിച്ച് നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുവിൻ. ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥന അവരുടെ പാപങ്ങൾ മോചിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും.